ഹായ് ഓൾ. വെൽക്കം ടു ദ ട്യൂട്ടോറിയൽ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ IAMനെ പറ്റിയിട്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? നമ്മൾ ഓൾറെഡി റൂട്ട് യൂസർ, IAM യൂസേഴ്സ്, IAM പോളിസി, IAM യൂസർ ഗ്രൂപ്പ് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് IAM റോൾ എന്ന് പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ IAM റോൾ എന്ന് പറയുന്ന കാര്യം പഠിക്കുന്നതിന് മുമ്പ് നമുക്കൊരു കുഞ്ഞു കാര്യം പഠിച്ചെടുക്കാനുണ്ട്. എന്ന് പറയുന്നത് AWS CLI എന്നുള്ളതാണ്. AWS CLI ആയിട്ട് നമുക്കൊന്ന് ഫെമിലിയർ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് IAM റോൾ എന്ന് പറയുന്ന കാര്യം പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ IAM റോൾ അല്ല പഠിക്കാൻ പോകുന്നത്. അതിന് മുന്നേ AWS CLI ആണ് പഠിക്കാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ IAM റോൾ എന്ന് പറയുന്ന കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ. അപ്പം നമ്മൾ AWS CLI ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. AWS CLI എന്തിന് വേണം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമുക്കൊന്ന് ആദ്യം ഡിറൈവ് ചെയ്തെത്താൻ നോക്കാം അല്ലേ? അപ്പം നമ്മൾ ഓൾറെഡി AWS മാനേജ്മെൻറ്റ് കൺസോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ? നമുക്കൊരു IAM യൂസേഴ്സ് ഉണ്ട്. നമ്മൾ യൂസർ നെയിം പാസ്വേഡ് ഉണ്ട്. അതടിച്ചു കൊടുത്ത് സൈൻ ഇൻ ചെയ്തിട്ട് നമ്മളെത്തുന്ന ഒരു വെബ് ഇൻ്റർഫേസിനെയാണ് നമ്മൾ AWS മാനേജ്മെൻറ്റ് കൺസോൾ എന്ന് പറയുന്നത് അല്ലേ? അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്മളുടെ അക്കൗണ്ടിൻ്റെ അകത്തിരിക്കുന്ന സർവീസസും റിസോഴ്സസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു വെബ് ഇൻ്റർഫേസ് വഴി വിഷ്വലി നമുക്ക് മോഡിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ AWS മാനേജ്മെൻറ്റ് കൺസോൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ AWS അക്കൗണ്ടിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള പരിപാടിയാണ് ചെയ്യുന്നത് അല്ലേ? റിസോഴ്സസ് ക്രിയേറ്റ് ചെയ്യുക, യൂസേഴ്സ് ക്രിയേറ്റ് ചെയ്യുക, S3 ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള AWS അക്കൗണ്ടിൻ്റെ അകത്തിരിക്കുന്ന നമ്മുടെ സർവീസസിനെയും റിസോഴ്സിനെയും എല്ലാം കൺട്രോൾ ചെയ്യുക എന്നുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് ഈ AWS മാനേജ്മെൻറ്റ് കൺസോൾ അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആവശ്യം കൂടിയുണ്ട്. അങ്ങനെ നമുക്ക് വേറൊരു രീതിയിൽ AWS അക്കൗണ്ടിൻ്റെ അകത്തിരിക്കുന്ന റിസോഴ്സുകളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് AWS CLI എന്ന് പറയുന്നത്. AWS CLI എന്ന് പറയുന്നത് കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് എന്ന് പറയുന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് CLI എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം മാനേജ്മെൻറ്റ് കൺസോൾ പോലെ തന്നെ AWS അക്കൗണ്ടിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഡിഫറെൻറ്റ് വേ ആണ് AWS CLI എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം നമുക്ക് AWS CLIയുടെ ആവശ്യം എന്താണ് എന്നുള്ളത് നമുക്കൊരു റിയൽ വേൾഡ് എക്സാമ്പിളിലൂടെ കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ നോക്കാം അല്ലേ? അപ്പം നമുക്കൊരു ചിന്തിക്കാം. നമ്മളുടെ ഓഫീസിൽ റിയൽ വേൾഡ് എക്സാമ്പിളാണ്. AWSലോട്ട് നമ്മൾ എത്തിയിട്ടില്ല. അപ്പം നമ്മളുടെ ഓഫീസിൻ്റെ അകത്ത് നമുക്കൊരു ചായ വേണമെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് ചായ ഉണ്ടാക്കുന്ന ഒരാളാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ നോർമലി എന്താ ചെയ്യുക? നമ്മൾ പുള്ളിയുടെ അടുത്ത് ചെല്ലുന്നു. എന്നിട്ട് നമ്മളുടെ റിക്വയർമെൻറ്റ്സ് പറയുന്നു. പുള്ളി അവിടെ ഇരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചായപ്പൊടി, പഞ്ചസാര, പാല് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ചായ ഉണ്ടാക്കിയിട്ട് നമുക്ക് തരുന്നു അല്ലേ? ഇതൊരു വേ ആണ് അല്ലേ? നമുക്ക് ഈ ചായ കുടിക്കുക എന്നുള്ള, അല്ലെങ്കിൽ ചായ കിട്ടുക എന്നുള്ളതിന് ഒരു വേ ആണ് ഇത്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേ കാര്യം തന്നെ നമുക്ക് വേറെ രീതിയിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം അല്ലേ? നോർമലി നമ്മുടെ ഓഫീസുകളിലൊക്കെ നമുക്ക് ടീ മേക്കർ മെഷീൻ കാണാറുണ്ടല്ലോ അല്ലേ? അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമുക്കങ്ങനെ പോയി പറയാനുള്ള സ്പെസിഫിക് റിക്വയർമെൻറ്റ്സ് പറയാനുള്ള ഓപ്ഷനൊന്നുമില്ല. അതിൻ്റെ അകത്ത് കുറച്ച് കോൺഫിഗേർഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പം നമുക്ക് ചായ കിട്ടുന്നു. അപ്പം ഇതിൻ്റെ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 2 പേരും സെയിം ആണ്. ഫൈനലി കിട്ടുന്ന ഔട്ട്പുട്ടും സെയിം ആണ്. പക്ഷേ ഇടയിൽ വെച്ചിട്ട് അവരെങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് കുറച്ച് ഡിഫറൻ്റ് ആണ് അല്ലേ? അപ്പം ഈ 2 കാര്യങ്ങളുടെയും അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പം ഇങ്ങനെ ഒരു ഹ്യൂമൻ യൂസറാണ് ഈ പറഞ്ഞിരിക്കുന്ന ചായ ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ ഹ്യൂമൻ ആണ്, ഉണ്ടാക്കുന്ന ആൾ ഹ്യൂമൻ ആണെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് റിക്വയർമെൻറ്റ്സും കാര്യങ്ങളെല്ലാം പറയാം അല്ലേ? കടുപ്പം കൂട്ടി ഉണ്ടാക്കുക, അല്ലെങ്കിൽ പഞ്ചസാര കുറച്ച് കുറയ്ക്കുക, അങ്ങനെയുള്ള പറഞ്ഞിട്ടുള്ള നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ലൈവായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സ്പെസിഫിക് റിക്വയർമെൻറ്റ്സ് എല്ലാം പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെയുണ്ട്. ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഹ്യൂമൻ ആണ്. അപ്പം കുറച്ചൊരു മെഷീനിനെ കമ്പാരിറ്റീവ്ലി നോക്കുന്ന സമയത്ത് അതിൻ്റെ പ്രോസസ്സിംഗ് കുറച്ച് സ്ലോ ആയിരിക്കും അല്ലേ? അതേപോലെ തന്നെ പക്ഷേങ്കിൽ നമ്മളൊരു മെഷീൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. അതിൻ്റെ അകത്ത് കോൺഫിഗർ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലേ? ക്യാപ്പച്ചിനോ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ചായ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഫിഗർ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ കമ്പാരിറ്റീവ്ലി ഹ്യൂമൻ യൂസർ ഉണ്ടാക്കുന്നതിനെക്കാട്ടും
കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് മെഷീൻ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഹ്യൂമൻ യൂസർ ആവുന്ന സമയത്ത് എറേഴ്സ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ ഓൾറെഡി പരിചയമായിരിക്കുമല്ലോ അല്ലേ? നിങ്ങൾ സ്ഥിരമായിട്ടൊരു നല്ല ചായ കുടിക്കുന്നു. ചില സമയങ്ങളിൽ നമുക്കൊരു കുറച്ച് മോശമായിട്ടുള്ള ഒരു ചായ കിട്ടാനൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലേ? അപ്പം അതാണ് ചാൻസ് ഫോർ എറേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഹ്യൂമൻ എന്ന് പറയുന്നത് ഓൾവേസ് ക്രിയേറ്റീവ് ആണ്. പക്ഷേ ഹ്യൂമൻ മേക്ക് മിസ്റ്റേക്ക് എന്നുള്ളതാണ് വേറൊരു കാര്യം അല്ലേ? അപ്പം പക്ഷേ മെഷീൻ എന്ന് പറയുന്നത് അവന് കോൺഫിഗർ ചെയ്ത് വച്ചിരിക്കുന്ന കാര്യം അവൻ എല്ലായ്പ്പോഴും പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ഒരു സിസ്റ്റമാറ്റിക് വേയിലായിരിക്കും അവൻ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് എറേഴ്സ് വരാനുള്ള പോസിബിലിറ്റി ഒന്നുമില്ല. നിങ്ങൾ കോൺഫിഗറേഷൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ. അല്ലാതെ കോൺഫിഗറേഷൻ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഫൈനൽ ഔട്ട്പുട്ടിൽ യാതൊരുവിധ എറേഴ്സും വരാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. എല്ലായ്പ്പോഴും അവൻ കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്ന ടേസ്റ്റ് ഇരിക്കുന്ന ഒരു ചായയായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ? അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ഫൈനലി കിട്ടുന്ന ഔട്ട്പുട്ട് സെയിം ആണ്. യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് സെയിം ആണ്. പക്ഷേങ്കിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഡിഫറെൻറ്റ് സാഹചര്യങ്ങളിലായിരിക്കും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരിക അല്ലേ? നമ്മളിപ്പം ഒരേ കൈൻഡ് ഓഫ് ചായ അതിപ്പം നമ്മൾ യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു 100 യൂസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹ്യൂമൻ യൂസർ എന്ന് പറയുന്നത് ഒരു കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ അല്ല അല്ലേ? അതിന് കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ടീ മേക്കർ മെഷീൻ ആയിരിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് ഇവിടെ അല്ലേ? അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ആ ഒരു സാധനം. അപ്പോൾ നമുക്കിനി പതിയെ നമുക്കിത് AWS വേൾഡിലോട്ടൊന്ന് പോയി നോക്കാം. AWS വേൾഡിൻ്റെ അകത്ത് നമ്മളുടെ യൂസർ ഉണ്ട് അല്ലേ? നമ്മളുടെ IAM യൂസർ നമ്മൾ ഓൾറെഡി പരിചയമാണ്. നമ്മൾ IAM യൂസർ എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ AWS മാനേജ്മെൻറ്റ് കൺസോളിലോട്ട് നമ്മളുടെ യൂസർ നെയിം പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന കാര്യം എന്താണ്? AWS സർവീസസും ആ സർവീസസ് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന റിസോഴ്സിൻ്റെ അകത്തുമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കൺസോൾ വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വെബ് ഇൻ്റർഫേസ് ആണ് അല്ലേ? വിഷ്വലി കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വിഷ്വലി ഒരു സാധനം കാണാൻ പറ്റുന്ന സമയത്ത് നമുക്കതൊരു ഓൾ പിക്ചർ കിട്ടും. എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഓൾ പിക്ചർ കിട്ടും. അപ്പോൾ നമുക്ക് നമ്മളുടെ ഇൻ്റലിജൻസ് എല്ലാം അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് സ്പെസിഫിക് റിക്വയർമെൻറ്റ്സും കാര്യങ്ങളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് വിഷ്വലി കാണുന്നതിൻ്റെ ഒരു ഗുണമാണ് അല്ലേ? കൺസോൾ എന്ന് പറയുന്നത് ഒരു വെബ് ഇൻ്റർഫേസ് ആണ്. അത് വിഷ്വലി കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വിഷ്വലി കാണാൻ പറ്റുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അവിടെയുണ്ട്. നമുക്കൊരു സ്പെസിഫിക് കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മളുടെ ഇൻ്റലിജൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഹ്യൂമൻ എന്ന് പറയുന്നതിൻ്റെ പവർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഇൻ്റലിജൻസ് എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് സ്പെസിഫിക് കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ടും കൺസോൾ എന്ന് പറയുന്ന സാധനത്തിൻ്റെ അകത്ത് നമ്മൾ കാര്യം ചെയ്യുന്ന സമയത്ത് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് കുറച്ച് സ്ലോ ആയിരിക്കും അല്ലേ? പിന്നെ എറേഴ്സ് വരാനുള്ള പോസിബിലിറ്റിയും കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞതിൽ നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൻ്റെ അകത്ത് പോളിസി അറ്റാച്ച് ചെയ്തിരുന്നല്ലോ. നമുക്കൊരു 25 ഗ്രൂപ്പ്സ് ഉണ്ട്. ആ 25 ഗ്രൂപ്പ്സിനും നമുക്കൊരു പോളിസി അറ്റാച്ച് ചെയ്യണം. എന്ന് പറയുന്നത് ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്കൊരു പ്രത്യേക പോളിസി നിങ്ങളുടെ എല്ലാ ഗ്രൂപ്പ്സിനും അസൈൻ ചെയ്യുക. എന്നിട്ട് ആ പറഞ്ഞിരിക്കുന്ന ദിവസത്തിൻ്റെ എൻഡിൽ പോളിസി എല്ലാം കളയുക എന്ന് പറയുന്ന ഒരു യൂസ് കേസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഈ യൂസ് കേസ് നമ്മൾ AWS കൺസോൾ വെച്ചിട്ട് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഓൾറെഡി നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ പോളിസി എങ്ങനെ അറ്റാച്ച് ചെയ്യുക എന്നുള്ളതൊക്കെ പഠിച്ചിരുന്നല്ലേ? അപ്പം ഓരോരോ ഗ്രൂപ്പിനെയും എടുത്ത് പോളിസി ചൂസ് ചെയ്ത് അസൈൻ ചെയ്ത് കൊടുക്കണം. അടുത്ത ഗ്രൂപ്പ് എടുക്കണം. പോളിസി ചൂസ് ചെയ്യണം. ഇങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലേ? അപ്പം ഇതെന്ന് പറയുന്നത് നമ്മൾ കൺസോൾ വെച്ച് ചെയ്യുന്ന സമയത്ത് ഒരു സ്ലോ പ്രോസസ്സിംഗ് ആണ്. ഇത് എറേഴ്സ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലേ? 25 ഗ്രൂപ്പ്സിനെയും നമ്മളിങ്ങനെ മാറി മാറി ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് വിട്ടുപോകാനുള്ള പോസിബിലിറ്റി എല്ലാം ഉണ്ട്. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന റിപ്പീറ്റിംഗ് ആയിട്ടിരിക്കുന്ന ടാസ്കുകൾ അതായത് കുറേ റിപ്പീറ്റിംഗ് ആയിരിക്കുന്ന ടാസ്കുകളെയൊക്കെ നമുക്ക് കൺസോൾ വെച്ച് ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഒരു പോസിബിൾ അല്ല. പ്രാക്ടിക്കലി പോസിബിൾ എന്നല്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ? നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മെഷീൻ വെച്ചിട്ട് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്തതുപോലെ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ യൂസ് കേസ് ഒക്കെ വരുന്ന സമയത്ത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് AWSൻ്റെ അകത്തിരിക്കുന്ന CLI എന്ന് പറയുന്ന ടൂൾ വെച്ചിട്ട് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ CLI എന്ന് പറയുന്നത് AWS പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ടൂളാണ്. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺസോൾ വെച്ചിട്ട് നമ്മളുടെ AWS സർവീസസിനും റിസോഴ്സിനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ AWS CLI എന്ന് പറയുന്ന ടൂൾ വെച്ചിട്ടും നമ്മൾ സർവീസസ് ആൻഡ് റിസോഴ്സിനെയാണ് നമ്മൾ മോഡിഫൈ ചെയ്യാൻ പോകുന്നത്. അപ്പം AWS കൺസോൾ വെച്ചിട്ട് നമ്മൾ യൂസറിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് AWS സർവീസസ് ആൻഡ് റിസോഴ്സിനെ മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സെയിം ആണ് ഇത് ഒരു യൂസറിൻ്റെ CLI വെച്ചിട്ടുള്ള ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് സർവീസസ് ആൻഡ് റിസോഴ്സിനെ മോഡിഫൈ ചെയ്യാൻ. അപ്പം രണ്ടും നമ്മൾ അച്ചീവ് ചെയ്യാൻ നോക്കുക
നോക്കുന്നത് ഒരേ കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ റിയൽ ലൈഫിൽ എക്സാമ്പിൾ പറഞ്ഞിരുന്നല്ലോ അല്ലേ? അച്ചീവ് ചെയ്യാൻ നോക്കുന്നത് സെയിം കാര്യം തന്നെയാണ്. പക്ഷേ ഡിഫറൻറ്റ് രീതികളിലാണ്. അപ്പോൾ CLI യൂസ് ചെയ്യുന്നതിന് നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു യൂസ് കേസൊക്കെ ഉണ്ട്. ഇതേപോലെയുള്ള നമ്മളിവിടെ കുറേ യൂസേഴ്സ് വരുന്ന സമയത്ത് നമുക്ക് പ്രോസസ്സിംഗ് എല്ലാം ഫാസ്റ്റും എറർ ഫ്രീ ഒക്കെ ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്തത് ഇത് അഡാപ്റ്റ് ചെയ്തതുപോലെ നമുക്ക് ഇങ്ങനെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ കുറേ ഗ്രൂപ്പുകൾക്ക് പോളിസി അസൈൻ ചെയ്ത് കൊടുക്കേണ്ട റിപ്പീറ്റിംഗ് ആയിരിക്കുന്ന ടാസ്കുകളെല്ലാം കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് CLI യൂസ് ചെയ്യാം. CLIയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് AWS നമുക്ക് കുറച്ച് കമാൻഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ കമാൻഡ്സ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ട് നമുക്ക് AWSനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാം. അതായത് നമ്മൾ വെബ് ഇൻ്റർഫേസ് ഒന്നും അവിടെ ഉണ്ടാവില്ല. പകരം ഒരു കമാൻഡ് ലൈൻ നിങ്ങൾ വിൻഡോസിൻ്റെ അകത്തൊക്കെ ഇരിക്കുന്ന കമാൻഡ് ലൈൻ ടൂൾ അറിയല്ലോ അല്ലേ? ആ കമാൻഡ് ലൈൻ ടൂളിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? കുറച്ച് കമാൻഡ്സ് ഒക്കെ അടിച്ചിട്ട് DAR അല്ലെങ്കിൽ മറ്റേ MD എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കമാൻഡ്സുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ? അങ്ങനെ കമാൻഡ്സ് അടിച്ചിട്ടാണല്ലോ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് എക്സ്പ്ലോറർ യൂസ് ചെയ്തിട്ടും നമുക്ക് ഡയറക്ടറി എല്ലാം ക്രിയേറ്റ് ചെയ്യാം. അതിന് പകരം നമുക്ക് കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് യൂസ് ചെയ്തിട്ട് MD എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്തിട്ടും ചെയ്യാം. സിമിലർ കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കമാൻഡ് ലൈൻ വെച്ചിട്ട് കൺസോൾ വെച്ചിട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ കമാൻഡ്സ് അടിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണ്. അങ്ങനെ കമാൻഡ്സ് അടിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമാൻഡ്സുകളെല്ലാം നമുക്ക് സേവ് ചെയ്തിട്ട് ഒരു ഫയലായിട്ട് ഒരു സ്ക്രിപ്റ്റ് ഫയലായിട്ട് നമുക്ക് സേവ് ചെയ്ത് വെക്കാം. എന്നിട്ട് ആ സ്ക്രിപ്റ്റ് ഫയൽ നമുക്ക് റൺ ചെയ്യിക്കാം. ഓക്കെ. അങ്ങനെ സ്ക്രിപ്റ്റ് ഫയൽ റൺ ചെയ്യിക്കുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ ഈ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് നമുക്ക് മൾട്ടിപ്പിൾ കമാൻഡ്സ് ഇൻക്ലൂഡ് ചെയ്യിക്കാം. എന്നിട്ട് ഈ മൾട്ടിപ്പിൾ കമാൻഡ്സിനെ ഒരു സിംഗിൾ എക്സിക്യൂഷനിലോട് കൂടി നമുക്ക് എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? നമുക്ക് എന്ത് ചെയ്തു? നമുക്ക് നേരത്തെ 25 ഗ്രൂപ്പ്സിന് പോളിസി അസൈൻ ചെയ്യുക എന്നുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കതൊരു 25 യൂസേഴ്സിനെ എല്ലാം ലിസ്റ്റ് ചെയ്തിട്ട് നമുക്കതൊരു ഫയലാക്കി സേവ് ചെയ്ത് വെക്കാം. അങ്ങനെ ഫയലാക്കി സേവ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഓരോരോ മാസത്തിലും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഓരോരോ മാസത്തിലും ഈ ഫയൽ എടുത്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് പോളിസി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ഫയലും കൂടെ ഉണ്ടാക്കുന്നു. ഇതേപോലെ ആ ഫയലുകളിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? കമാൻഡ്സ് ആണ്. ആ കമാൻഡ്സിൻ്റെ ഒരു കൂട്ടം, ഒരു ഗ്രൂപ്പ് ഓഫ് കൂട്ടമാണ്. എന്തൊക്കെയാണോ നമുക്ക് ചെയ്യേണ്ടത് അത് മൊത്തം നമ്മൾ ആ ഫയലിൻ്റെ അകത്ത് കമാൻഡായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ കമാൻഡ് എഴുതി വെച്ചാൽ ഒരൊറ്റ സിംഗിൾ ക്ലിക്കിൽ ഈ കമാൻഡുകൾ മൊത്തം അവൻ എക്സിക്യൂട്ട് ചെയ്യും. മൊത്തം എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് റിപ്പീറ്റിംഗ് ആയിട്ട് നമ്മൾ കൺസോൾ ചെയ്യേണ്ട കാര്യം ഒരൊറ്റ സിംഗിൾ ക്ലിക്കിലൂടെ തന്നെ നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ഒരു തവണ ഉണ്ടാക്കാൻ കുറച്ച് എഫേർട്ട് ഉണ്ട് അല്ലേ? നമ്മളിപ്പോൾ ടീം മെഷീൻ എന്ന് പറയുന്ന സാധനം ഈ പറഞ്ഞിരിക്കുന്ന കോൺഫിഗർ ചെയ്തെടുക്കാൻ കുറച്ച് പണിയുണ്ട്. അപ്പം ആ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വളരെ ഫാസ്റ്റായിട്ട് ആ പറഞ്ഞിരിക്കുന്ന കോൺഫിഗറേഷൻ വെച്ച് വർക്ക് ചെയ്തോളും. അതേപോലെ തന്നെയാണ് CLIയിൽ നമ്മൾ ആദ്യം ഒരു സ്ക്രിപ്റ്റ് ആപ്ലിക്കേഷൻ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എഫേർട്ട് വേണ്ടി വരും ഇനീഷ്യലി. അപ്പം ആ ഇനീഷ്യലി എഫേർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ എളുപ്പമാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പം അതുകൊണ്ടാണ് ഇനീഷ്യലി ഒരു എഫേർട്ട് ഉള്ളത് കൊണ്ടാണ് റിപ്പീറ്റിംഗ് ആയിട്ട് വരുന്ന ടാസ്കുകളെയാണ് നമ്മൾ നോർമലി CLI വെച്ചിട്ട് ചെയ്യുന്നത് അല്ലേ? ഒരു തവണ മാത്രം നമുക്ക് ചെയ്താൽ മതിയെങ്കിൽ നമുക്കത് കൺസോൾ വെച്ചിട്ട് ചെയ്താൽ മതി. കാരണം നമുക്ക് CLIയിൽ സ്ക്രിപ്റ്റ് എഴുതുക എന്ന് പറയുന്നത് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അതേപോലെ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതണം. അതിന് കുറച്ച് എഫേർട്ട് ഉണ്ട്. അപ്പോൾ ഒരു സിംഗിൾ ടൈം സാധനമൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നേരിട്ട് കൺസോൾ വെച്ചിട്ട് നമുക്ക് വിഷ്വലി കാണുന്ന വെബ് ഇൻ്റർഫേസിൽ മോഡിഫൈ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. പക്ഷേ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് CLI ആയിരിക്കും നമുക്ക് കുറച്ചും കൂടി എളുപ്പം. നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. അതുകൂടെ എറേഴ്സ് വരാനുള്ള പോസിബിലിറ്റിയും വളരെ കുറവായിരിക്കും. ഓക്കെ. അപ്പോൾ നോർമലി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് AWS കൺസോൾ വെച്ച് പഠിക്കുന്നതാണ്. കാരണം നമുക്ക് കാര്യങ്ങളെല്ലാം വിഷ്വലി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പഠിക്കാൻ കുറച്ചും കൂടെ എളുപ്പം എന്ന് പറയുന്നത് AWS കൺസോൾ വെച്ചിട്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ് നിങ്ങളൊരു ഓർഗനൈസേഷനിൽ പോകുന്ന സമയത്ത് അവിടെ കൺസോളിനെക്കാട്ടും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ CLI വെച്ചിട്ടുള്ള ഓട്ടോമേഷൻ കാര്യങ്ങളായിരിക്കും. അവിടെയുള്ള എല്ലാ കാര്യങ്ങളും നോർമലി ഈ CLIയോ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് SDK ഒക്കെ വെച്ചിട്ട് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓട്ടോമേറ്റ് ചെയ്തിട്ടായിരിക്കും നോർമലി വർക്ക് ചെയ്യുന്നത്. രണ്ടും ചെയ്യുന്നത് അച്ചീവ് ചെയ്യുന്നത് സെയിം സാധനമാണ്. പക്ഷേ നിങ്ങൾ കൺസോൾ വെച്ച് കോൺസെപ്റ്റ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് AWS CLI വെച്ചിട്ട് ആ കോൺസെപ്റ്റ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടും പഠിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് AWS കൺസോൾ യൂസ് ചെയ്യും. ആ പഠിച്ച കാര്യങ്ങൾ നമ്മൾ CLI വെച്ചിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഈ എൻ്റെ ട്യൂട്ടോറിയലിൽ നമ്മൾ അങ്ങനെ ഒരു കാര്യമായിരിക്കും പോകുന്നത്. അപ്പോൾ CLI എന്തിന് വേണം? ഏത് യൂസ് കേസിലാണ് നമ്മൾ CLI യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ? സെയിം കാര്യമാണ്
ആണ് ചെയ്യുന്നത്, സെയിം ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഡിഫറെൻറ്റ് യൂസ് കേസുകളിൽ നമുക്ക് ചിലപ്പം കൺസോൾ യൂസ് ചെയ്യേണ്ടി വരും, നമുക്ക് CLI യൂസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ. അതുകൊണ്ടാണ് നമ്മൾ ഡിഫറെൻറ്റ് കാര്യങ്ങൾ ഇങ്ങനെ ഇംപ്ലിമെൻറ്റ്. ഇതുകൊണ്ടാണ് നമ്മൾ AWSൻ്റെ അകത്ത് CLI എന്ന് പറയുന്ന കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടിരിക്കുന്ന ഒരു അപ്രോച്ച് കൂടി AWS നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ പോയിന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ട് നമുക്ക് CLI വേണം എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഞാൻ പറഞ്ഞിരുന്നു CLI എന്ന് പറയുന്ന ഒരു ടൂളാണ്. അപ്പം അത് വർക്ക് ചെയ്യിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ ടൂൾ നമ്മളുടെ മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പം ഞാനിവിടെ അതിനുള്ള ഹാൻഡ്സ് ഓൺ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ വിൻഡോസ് മെഷീൻ്റെ അകത്താണ് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കണം. ടൂൾ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ടൂൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് AWSൻ്റെ വെബ്സൈറ്റിലേക്ക് പോകണം. AWSൻ്റെ വെബ്സൈറ്റിൻ്റെ അകത്ത് ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൻ്റെ അകത്ത് AWS CLI ഡൗൺലോഡ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും ഈ ലിങ്കിലോട്ടായിരിക്കും വരുന്നത്. AWSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. അതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ആൻഡ് അപ്ഡേറ്റ് കമാൻഡ് ലൈൻ ടൂൾ എന്ന് പറയുന്ന സാധനം, അതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ആൻഡ് അപ്ഡേറ്റ് എന്ന് പറയുന്ന ലിങ്ക്, അതിൻ്റെ അകത്ത് ഓരോരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇൻസ്റ്റാളേഷൻ മെത്തേഡ്സ് ആണ് ഇരിക്കുന്നത്. മാക്കിനാണെങ്കിൽ മാക്ക്, വിൻഡോസിനാണെങ്കിൽ വിൻഡോസ്. നമ്മൾ ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ വിൻഡോസ് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ. ലിനക്സും മാക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഫോളോ ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മോസ്റ്റ്ലി കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് എല്ലാത്തിലും സെയിം ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് MSI ഇൻസ്റ്റാളർ ഉണ്ട്, അതൊന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ. അപ്പം നമുക്കിവിടെ ഡൗൺലോഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന AWS CLI v2.msi എന്ന് പറയുന്ന സാധനമാണ്. അത് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ വരും. അതിൻ്റെ അകത്തിരിക്കുന്ന നെക്സ്റ്റ് അടിച്ച് പോവാം. അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളങ്ങനെ ചേഞ്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഡിഫോൾട്ട് പാത്തിൽ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതായിരിക്കും കാര്യം. എല്ലാത്തിലും നെക്സ്റ്റ് അടിച്ച് പോവുക എന്ന് പറയുന്ന കാര്യം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഫിനിഷ് എന്ന് പറയുന്ന ബട്ടൺ അടിച്ചു കൊടുക്കുക. അപ്പം CLI ഇപ്പം നമ്മളുടെ മെഷീൻ്റെ അകത്ത്, നമ്മളുടെ വിൻഡോസ് മെഷീൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ റൺ കമാൻഡ് അടിക്കുക. അതിൻ്റെ അകത്ത് CMD അടിക്കുക. കമാൻഡ് ലൈൻ ടൂൾ അല്ലേ, എല്ലാവരും ഫെമിലിയർ ആണെന്ന് വിചാരിക്കുന്നു. വിൻഡോസിൻ്റെ അകത്തിരിക്കുന്ന കമാൻഡ് ലൈൻ ടൂൾ. അതിൻ്റെ അകത്ത് AWS -version എന്ന് പറയുന്ന കമാൻഡ് അടിച്ചു കൊടുക്കുക. ഓക്കെ. AWS -version എന്ന് പറയുന്ന കമാൻഡാണ്. വലുതാക്കാം. AWS -version ഇത് കഴിഞ്ഞിട്ട് എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുന്ന സമയത്ത് ഇത് പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ AWS CLIയുടെ വേർഷൻ കിട്ടും. വേർഷൻ എന്ന് പറയുന്നത് മേ ബി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിരിക്കാം. പക്ഷേ ഇങ്ങനെ ഒരു വേർഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് AWS CLI നമ്മളുടെ മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് പോവാം. അതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം അല്ലേ. നമ്മളിപ്പോൾ കമാൻഡ്സ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ, കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് എന്ന് പറയുന്ന. പക്ഷേ എന്താണ് കമാൻഡ്സ് എന്നുള്ളത് നമ്മൾ ഇതുവരെ ഇതാക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താണ് കമാൻഡ്സ് എന്ന് പറയുന്ന കാര്യം ഒന്ന് നോക്കാം അല്ലേ. നമ്മൾ ഓൾറെഡി ഇരിക്കുന്ന AWS അക്കൗണ്ട്, നമ്മൾ ഓൾറെഡി ഫെമിലിയർ ആണ് ഈ കാര്യങ്ങളെല്ലാം. നമ്മളുടെ AWS അക്കൗണ്ടിൻ്റെ അകത്ത് കാര്യങ്ങളെല്ലാം സർവീസസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫീച്ചേഴ്സ് എല്ലാം സർവീസസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഫെമിലിയർ ആണ്. അപ്പോൾ നമ്മൾ ഓരോരോ സർവീസസും നമ്മൾ റിസോഴ്സസ് ക്രിയേറ്റ് ചെയ്യും. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ അല്ലേ. ടാറ്റ നെക്സോൺ എന്ന് പറയുന്ന മോഡൽ, ടാറ്റ നെക്സോൺ വെച്ചിട്ട് നമ്മൾ കാറുകൾ, നമ്മൾ യൂസ് ചെയ്യുന്ന കാറുകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ടാറ്റ നെക്സോൺ എന്ന് പറയുന്ന മോഡൽ പോലെ തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന സർവീസ് എന്ന് പറയുന്നത്. അതൊരു മോഡലാണ്. ഓക്കെ. അപ്പം നമ്മൾ ടാറ്റ നെക്സോൺ എന്ന് പറയുന്ന മോഡൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ കാറുകൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ അല്ലേ. അതേപോലെ തന്നെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് റിസോഴ്സസ് എന്ന് പറയുന്നത്. അത് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സർവീസസ് അതല്ലെങ്കിൽ മോഡൽസ് വെച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ടാറ്റ നെക്സോൺ എന്ന് പറയുന്ന മോഡലായിരിക്കും ആ കാറിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ആക്ഷൻസ് ചെയ്യാൻ പറ്റും എന്ന് ഡിഫൈൻ ചെയ്ത് വെക്കുന്നത് അല്ലേ. സ്റ്റിയറിംഗ് ഇവിടെയാണ്, AC ഓൺ ആക്കുന്നത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ സ്റ്റെപ്പിന് വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ കാറിൻ്റെ എൻ്റെ സാധനങ്ങൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ മോഡലാണ്. അതേപോലെ തന്നെ നമ്മൾ ഒരു സർവീസ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന റിസോഴ്സസിൻ്റെ അകത്ത് എന്തൊക്കെ ആക്ഷൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ സർവീസാണ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾക്കൊന്ന് റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ.
അപ്പം നമുക്ക് ഓരോരോ സർവീസസും കുറേ ഡിഫൈൻഡ് ആക്ഷൻസും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ആ ആക്ഷൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും. ലിസ്റ്റ് യൂസേഴ്സ്, ക്രിയേറ്റ് യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഓരോരോ സർവീസസും അവൻ്റേതായ കുറച്ച് കാര്യങ്ങൾ അതുണ്ടാക്കിയിരിക്കുന്ന റിസോഴ്സസിൽ ആക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യം. ടാറ്റ നെക്സോണും അതിൻ്റെ കാറും അതിൻ്റെ ഓപ്പറേഷൻസും ഒക്കെ സിമിലർ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. അതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. അപ്പം ഓരോരോ സർവീസ് EC2ൻ്റെ കേസിലും EC2 കുറേ ആക്ഷൻസ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ ലാംഡ EC2 എന്നൊക്കെ പറയുന്നത് കുറച്ച് സർവീസസ് ആണ്, വേറെ സർവീസസ് ആണ്, നമുക്ക് പഠിക്കാം. IAM എന്ന് പറയുന്ന സർവീസ് നമ്മൾ ഓൾറെഡി പഠിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇതേപോലെ എല്ലാ സർവീസസും ആ സർവീസിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്ന ആക്ഷൻസ്, കാര്യങ്ങൾ, അതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്ര കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പം ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പോളിസിയിൽ ഓൾറെഡി യൂസ് ചെയ്തിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോളിസി പഠിച്ചിരുന്നു. പോളിസി പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എന്തായാലും അത് നിങ്ങൾക്ക് റികളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. കാരണം ത്രൂ ഔട്ട് ദ കോഴ്സ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പോളിസി എന്ന് പറയുന്ന കാര്യം യൂസ് ചെയ്യും, അല്ലേ? അപ്പം അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നു. അപ്പം പോളിസിക്കകത്ത് ആക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആക്ഷൻ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്, അല്ലേ? ഈ സിമിലർ സാധനം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമാൻഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പോളിസിക്കകത്ത് ആ ആക്ഷൻ യൂസ് ചെയ്ത സമയത്ത് ഇന്ന യൂസർക്ക് ഇന്ന ആക്ഷൻ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട് എന്നായിരുന്നു നമ്മൾ പറഞ്ഞു കൊടുത്തത്. അതിന് വേണ്ടിയിട്ടായിരുന്നു ആക്ഷൻ യൂസ് ചെയ്തത്. പക്ഷേ കമാൻഡ് ലൈൻ ടൂളിൻ്റെ അകത്ത് നമ്മൾ ആ ആക്ഷൻ കമാൻഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ആക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് പ്രവർത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇപ്പം നമ്മൾ ലിസ്റ്റ് യൂസേഴ്സ് എന്ന് പറയുന്ന IAM ഡിഫൈൻ ചെയ്തിരിക്കുന്ന ലിസ്റ്റ് യൂസേഴ്സ് എന്ന് പറയുന്ന ആക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെ? ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് നമ്മൾ ആ ആക്ഷൻ നമ്മൾ പോളിസിയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്നത് എന്താണ്? ഈ യൂസർക്ക് ലിസ്റ്റ് യൂസേഴ്സ് എന്ന് പറയുന്ന ആക്ഷൻ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതേ ആക്ഷൻ നമ്മൾ കമാൻഡായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ലിസ്റ്റ് യൂസേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? യൂസേഴ്സിനെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന കമാൻഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇരിക്കുന്ന യൂസേഴ്സിനെല്ലാം നിങ്ങൾക്ക് ലിസ്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ കൺസോളിൻ്റെ അകത്ത് നമ്മൾ ലിസ്റ്റ് ചെയ്ത് വന്നല്ലോ, അല്ലേ? ആ ആക്ഷൻ കൺസോളിൻ്റെ അകത്ത് നമ്മൾ യൂസേഴ്സ് അടിക്കുന്ന സമയത്ത് നമുക്ക് യൂസേഴ്സ് എല്ലാം ലിസ്റ്റ് ആയിട്ട് വന്നിരുന്നല്ലോ, അല്ലേ? ആ ആക്ഷൻ നമ്മളിപ്പം ഓൾറെഡി നമ്മൾ പഠിച്ചിരുന്നു. നമ്മളിവിടെ യൂസേഴ്സ് എന്ന് അടിക്കുന്ന സമയത്ത് നമുക്കിവിടെ ലിസ്റ്റ് ആയിട്ട് വന്നല്ലോ, അല്ലേ? അതൊരു ആക്ഷനാണ്, ഈ പറഞ്ഞിരിക്കുന്ന സാധനം നടന്നപ്പം. ഇതേപോലെയുള്ള ഒരു ആക്ഷൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ലിസ്റ്റ് യൂസേഴ്സ് എന്ന് പറയുന്നത് കമാൻഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു ആക്ഷൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ അതിന് പെർമിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആക്ഷൻ യൂസ് ചെയ്തു. സെയിം ആക്ഷൻ തന്നെ കമാൻഡായിട്ട് ആ ആക്ഷൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് തന്നെയാണ് കമാൻഡ്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇംഗ്ലീഷിൻ്റെ അകത്ത് വോക്ക്, സിറ്റ്, സ്റ്റാൻഡ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അല്ലേ? അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഒരു ആക്ഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. ആരോ ഒരാൾ നടക്കും, ഇരിക്കും എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ CLIക്കകത്ത് ഈ ആക്ഷൻ ചെയ്യുമ്പം AWS അക്കൗണ്ട് ആ പരിപാടി ചെയ്യും. ആ പ്രവൃത്തി എന്താണോ എന്നുള്ളത് അത് ചെയ്യും എന്നുള്ളതാണ് കമാൻഡ്സ് കൊണ്ട് ചെയ്യുന്നത്. കമാൻഡ്സ് എന്ന് പറയുന്നത് ഇതേപോലൊരു വേർഡ്സ് ആണ്. നമ്മൾ ആക്ഷൻ പോളിസി പഠിച്ച സമയത്ത് നിങ്ങൾക്ക് ഫെമിലിയർ ആണെന്ന് വിചാരിക്കുന്നു. പക്ഷേ സിമിലർ ആക്ഷന് നമ്മൾ പോളിസിക്കകത്ത് യൂസ് ചെയ്യുന്ന ആക്ഷൻ്റെ വേർഡും അതേ ആക്ഷൻ, അതായത് ലിസ്റ്റ് യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു ആക്ഷന് നമ്മൾ കമാൻഡ്സ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇരിക്കുന്ന വേർഡ്സുകളും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവേ, ചെറിയൊരു ഡിഫറൻസ്. അപ്പം അത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ. ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിഫറൻസ് ആയിരിക്കും. മോസ്റ്റ് ഓഫ് ദ ടൈം സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം അറ്റാച്ച് യൂസർ പോളിസി എന്ന് പറയുന്ന ഒരു കമാൻഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഒരു പോളിസി ഒരു യൂസറുമായിട്ട് അറ്റാച്ച് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ആക്ഷൻസ് മൊത്തം, അല്ലെങ്കിൽ ഈ കമാൻഡ്സ് മൊത്തം പ്രീ ഡിഫൈൻഡ് ആണ്. അത് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് സർവീസാണ്. അപ്പോൾ ആ പർട്ടിക്കുലർ സർവീസിലകത്ത് എന്തെങ്കിലും ആക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സർവീസ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ആക്ഷൻ ആയിരിക്കും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരുന്നത്, അല്ലേ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കമാൻഡ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കിനിയിപ്പം എങ്ങനെയായിരിക്കും ആ ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ടൂളും ആ പറഞ്ഞിരിക്കുന്ന AWS അക്കൗണ്ടും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഹൈ ലെവൽ ഓവർവ്യൂ എങ്ങനെയായിരിക്കും അത്, അതിൻ്റെ തീം എങ്ങനെയായിരിക്കും അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഹൈ ലെവൽ നമുക്ക് വളരെ ക്വിക്കായിട്ടൊന്ന് നോക്കി പോവാം. ഓക്കെ, അപ്പം ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അക്കൗണ്ടിൻ്റെ അകത്ത് നമ്മൾ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനാണ് പോകുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക്
AWS അതിന് മുന്നേ ഓതന്റിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലേ? ഓതന്റിക്കേറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞിരിക്കുന്ന യൂസർക്ക് ഈ പറഞ്ഞിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ അകത്ത് ആക്സസ് ഉണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആ AWS അക്കൗണ്ടിൻ്റെ അകത്ത് എന്ത് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കൺസോൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ട് കയറിയതിന് ശേഷമാണ് നമുക്ക് മാറ്റാൻ പറ്റുന്നത് അല്ലേ? അതേപോലെ തന്നെ കമാൻഡ് ലൈൻ ടൂൾ വെച്ച് ചെയ്യുന്നതും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഓതന്റിക്കേഷൻ എന്ന് പറയുന്ന കാര്യമാണ്. അപ്പം ആദ്യം നിങ്ങൾ ഞാൻ ഇതാണ് എന്നുള്ളത് AWSൻ്റെ അകത്ത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ AWS എന്ത് ചെയ്യും? AWS ഈ പറഞ്ഞിരിക്കുന്ന യൂസർ ഈ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടിൽ രജിസ്റ്റേർഡ് ആണോ എന്നുള്ള കാര്യം ആദ്യം നോക്കും. അങ്ങനെ രജിസ്റ്റേർഡ് ആണെങ്കിൽ AWS ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ സമ്മതിക്കും. അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് തന്നെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ. പെർമിഷൻ ഉണ്ടെങ്കിൽ ഈ യൂസർ ഇവിടെ രജിസ്റ്റേർഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആദ്യം പറയാൻ പറ്റുള്ളൂ. അപ്പം ഞാനാണ് ഈ യൂസർ എന്ന് പറയുന്ന ഇൻഫർമേഷൻ നമുക്ക് ആദ്യം AWSന് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കണം. നമുക്കിവിടെ ചെയ്യേണ്ടത് എന്താണ്? ലിസ്റ്റ് ഔട്ട് ഓൾ യൂസേഴ്സ് എന്ന് പറയുന്ന കാര്യമാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ AWS അക്കൗണ്ടിൻ്റെ അടുത്ത് പറയണം. അപ്പോൾ AWS അക്കൗണ്ടിൻ്റെ അകത്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു എല്ലാ ആക്ഷൻസും സർവീസായിട്ട് ആണ് ഡിഫൈൻ ചെയ്ത് വച്ചിരിക്കുന്നത്. അപ്പം AWSൻ്റെ അകത്ത് എന്ത് കാര്യം നമ്മൾ പറയുമ്പോഴും ഇന്ന സർവീസിൻ്റെ അകത്ത് ഇന്ന ആക്ഷൻ എന്ന് പറഞ്ഞിട്ടായിരിക്കണം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ AWSന് അറിയത്തില്ല ഇത് ഏത് സർവീസിൻ്റെ അകത്താണ് ചെയ്യേണ്ടത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കമാൻഡ് ലൈൻ ടൂളിൻ്റെ അകത്ത് നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഇന്ന സർവീസിൻ്റെ അകത്ത് ഇന്ന ആക്ഷൻ എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലായിരിക്കും അവൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ IAMൻ്റെ അകത്താണ് ചെയ്യുന്നതെങ്കിൽ ആക്ഷൻ ചെയ്യേണ്ടതെങ്കിൽ IAM എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പം സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ആക്ഷൻസും ഒരു പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള സാധനമുണ്ട്. അപ്പോൾ ആ പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള വേർഡുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ AWSന് മനസ്സിലാവുള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ ആ കമാൻഡ്സ് യൂസ് ചെയ്യണം. ആ കമാൻഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ AWS ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മളൊരു യൂസർ ഓതൻറ്റിക്കേറ്റ് ചെയ്തല്ലോ അല്ലേ? ആ യൂസർക്ക് ഈ പർട്ടിക്കുലർ ആക്ഷൻ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഓൾറെഡി നമ്മൾ പോളിസി എന്ന് പറയുന്ന സാധനം ഡിസ്കസ് ചെയ്തിരുന്നല്ലോ അല്ലേ? അത് നമുക്ക് വിവേക് IAM നമ്മൾ കയറിയ സമയത്ത് ആ പുള്ളിക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ലിസ്റ്റ് യൂസേഴ്സ് എന്ന് പറയുന്ന സാധനം ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ റെനീഷ് IAM എന്ന് പറയുന്ന യൂസർ അഡ്മിൻ പ്രിവിലേജ് ഉള്ള യൂസർ വെച്ചിട്ട് നമ്മൾ പോളിസി അസൈൻ ചെയ്ത് കൊടുത്തു അല്ലെങ്കിൽ പെർമിഷൻ കൊടുത്തു. അതിനുശേഷം മാത്രമാണ് നമ്മൾ കൺസോളിൻ്റെ അകത്ത് വെബ് ഇൻ്റർഫേസിൻ്റെ അകത്ത് നമുക്ക് ആ ആക്ഷൻ ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയിരുന്നത് അല്ലേ? ആക്ഷൻ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. ഈ സിമിലർ സാധനം തന്നെ ഇവിടെ ആപ്ലിക്കബിൾ ആവും. അതായത് നിങ്ങൾ കൺസോളിൽ ചെയ്യുമ്പം നിങ്ങൾക്ക് എന്തൊക്കെ പെർമിഷൻ വേണോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന CLI വെച്ച് ചെയ്യുമ്പോഴും ആ പെർമിഷൻ എല്ലാം ഉണ്ടായിരുന്നാൽ മാത്രമേ നമുക്ക് CLI വെച്ചിട്ടും ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ രണ്ടും ചെയ്യുന്നത് സിമിലർ കാര്യമാണ്. ആ സിമിലർ കാര്യം ചെയ്യാനുള്ള പെർമിഷൻ ആ പർട്ടിക്കുലർ യൂസർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് CLI വെച്ചിട്ടും ആ സാധനം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കൺസോൾ വെച്ചിട്ടും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? AWS ഈ പർട്ടിക്കുലർ യൂസർക്ക് ഈ ആവശ്യപ്പെട്ട ആക്ഷൻ ചെയ്യാനുള്ള പെർമിഷൻ അല്ലെങ്കിൽ ആവശ്യപ്പെട്ട റിസോഴ്സിൻ്റെ അകത്ത് ഈ ആവശ്യപ്പെട്ട ആക്ഷൻ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും. നമ്മൾ പോളിസി പഠിച്ച സമയത്ത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നു അല്ലേ? ഈ സെയിം സാധനം തന്നെ CLIക്കകത്തും ആപ്ലിക്കബിൾ ആവും. കാരണം നമ്മൾ കൺസോൾ വെച്ചിട്ടും CLI വെച്ചിട്ടും നമ്മൾ AWS അക്കൗണ്ടിൻ്റെ അകത്തിരിക്കുന്ന കാര്യങ്ങളെ മോഡിഫൈ ചെയ്യാനാണ് നോക്കുന്നത്. ഓക്കെ. അങ്ങനെ മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെർമിഷൻ വേണം. സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആണ് AWSൻ്റെ അകത്ത്. ഏത് വഴിയിലൂടെ നിങ്ങൾ AWSൻ്റെ അക്കൗണ്ടിൻ്റെ അകത്ത് കയറി കാര്യങ്ങൾ മോഡിഫൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്ന പോയിന്റ്. CLI വെച്ച് കഴിഞ്ഞാലും കൺസോൾ വെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഓതൻറ്റിക്കേഷനും ഓതറൈസേഷനും പോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന CLI വെച്ചിട്ട് ആർക്കും ചെയ്യാം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വന്നു പോകുമല്ലോ അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഇത് ഇങ്ങനെ കാര്യങ്ങൾ പെർമിഷൻ എല്ലാം ഉണ്ടെങ്കിൽ AWS നമ്മൾ പറഞ്ഞ കാര്യം ചെയ്തു തരും. ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഒരു AWS കമാൻഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നു. എല്ലാ AWS കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും ഫസ്റ്റ് കാര്യം നമ്മൾ AWS എന്ന് പറയുന്ന ഈ ഒരു കീവേഡ് യൂസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് AWSൻ്റെ അകത്ത് നമ്മൾ ഏത് സർവീസിൻ്റെ അകത്താണ് ഞാൻ ഈ ആക്ഷൻ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് എന്ത് ആക്ഷനാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ആ ആക്ഷൻ ചെയ്യാനുള്ള കുറച്ച് പാരാമീറ്റേഴ്സ് ഒക്കെ നമുക്ക് വേണ്ടി വരും. നമ്മൾ നോർമലി C++ൻ്റെ അകത്തൊക്കെ നമ്മൾ ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ് ഓരോരോ ഫംഗ്ഷൻ അനുസരിച്ചിട്ട്
അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലോ അല്ലേ. അതേപോലെ തന്നെ നമുക്ക് ചില ആക്ഷൻസിന് പാരാമീറ്റേഴ്സ് വേണ്ടി വരും, ചില ആക്ഷൻസിന് പാരാമീറ്റേഴ്സ് വേണ്ടി വരില്ല. ഇപ്പോൾ ക്രിയേറ്റ് യൂസർ എന്ന് പറയുന്ന ആക്ഷനാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് യൂസർ നെയിം വേണം, പോളിസി അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വേണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പം അതൊക്കെ നമ്മളിവിടെ ആർഗ്യുമെന്റ്സ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഒരു എൻ്റയർ വീഡിയോ തന്നെ നമ്മൾ ഒരു ഫുള്ളി ഹാൻഡ്സ് ഓൺ ഒരു പർട്ടിക്കുലർ യൂസ് കേസ് നമ്മൾ ഹാൻഡ്സ് ഓൺ ആയിട്ട് ചെയ്യും. അപ്പം നമുക്ക് പഠിക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ ഫോർമാറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഏതൊരു CLIക്കകത്ത് നമ്മൾ ഏത് കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെയും ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് സർവീസ് നമ്മൾ പറഞ്ഞു കൊടുക്കണം, യൂസേഴ്സിന് ആക്ഷൻ എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം, എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടിരിക്കുന്ന AWSൻ്റെ അകത്തിരിക്കുന്ന ഒരു കമാൻഡാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം ഓൾറെഡി നമ്മൾ ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്ന കാര്യം തന്നെ പഠിച്ചു അല്ലേ. അപ്പം നമ്മൾ കൺസോളിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെയാണ് ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നത്? നമ്മൾ യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ടാണ് നമ്മൾ ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഈ കാര്യങ്ങളെല്ലാം IAM യൂസേഴ്സ് ലോഗിൻ ചെയ്തപ്പോൾ പഠിച്ചിരുന്നു അല്ലേ. ഓതൻറ്റിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പം നമ്മൾ CLIക്കകത്ത് CLI യൂസ് ചെയ്തിട്ട് നമുക്ക് ഓതൻറ്റിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നാലേ നമുക്ക് ഈ AWS അക്കൗണ്ടിൻ്റെ അകത്ത് എന്ത് കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നതിന് നമ്മൾ കൺസോളിൻ്റെ അകത്ത് ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നതും ഈ പറഞ്ഞിരിക്കുന്ന CLIക്കകത്ത് ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നതും AWS 2 മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. രണ്ടിലും ഈ യൂസേഴ്സിനെയാണ് നമ്മൾ ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. രണ്ടിലും യൂസേഴ്സിനെയാണ് ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. സ്ക്രിപ്റ്റ് ആപ്ലിക്കേഷൻ ആണെങ്കിലും ഈ സ്ക്രിപ്റ്റ് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് ഒരു യൂസറിൻ്റെ ബേസിലായിരിക്കും, അല്ലെങ്കിൽ ഒരു യൂസറിനെ അസ്യൂം ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒരു സ്ക്രിപ്റ്റ് ആപ്ലിക്കേഷൻ ആയാലും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ AWS CLI യൂസ് ചെയ്യുന്നത് ഒരു നോർമലി ഒരു IAM യൂസറിൻ്റെ അസ്യൂം ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡൻഷ്യൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഈ ക്രെഡൻഷ്യൽ നമ്മൾ കൺസോളിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസർ നെയിം പാസ്വേഡ് യൂസ് ചെയ്തു. പക്ഷെങ്കിൽ നമുക്ക് CLIക്കകത്ത് നമുക്ക് ആ ക്രെഡൻഷ്യൽ എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻറ്റ് നെയിമാണ്, അല്ലെങ്കിൽ കുറച്ച് ഡിഫറെൻറ്റ് കാര്യങ്ങളാണ്. അതെന്ന് പറയുന്നത് ആക്സസ് കീ ഐഡിയും സീക്രട്ട് ആക്സസ് കീയുമാണ്. ഈ ആക്സസ് കീ ID എന്ന് പറയുന്നത് നമ്മളുടെ യൂസർ നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യമാണ്. പാസ്വേഡ് എന്ന് പറയുന്നത് ഈ സീക്രട്ട് ആക്സസ് കീ എന്ന് പറയുന്നത് നമ്മളുടെ നോർമൽ പാസ്വേഡിന് ഇക്വലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ യൂസർ നെയിം എന്ന് പാസ്വേഡ് എന്ന് പറയുന്നത് ഒരു IAM യൂസറിന് അസോസിയേറ്റഡ് ആയിരിക്കും. അതേ IAM യൂസേഴ്സിന് തന്നെ ഒരു ആക്സസ് കീ ഐഡിയും സീക്രട്ട് ആക്സസ് കീയും അസോസിയേറ്റഡ് ആയിരിക്കും. ഡിഫറൻസ് ഒരേ യൂസറിന് തന്നെ ആണ് ഈ രണ്ട് കാര്യങ്ങളും. ഒരേ യൂസറിന് തന്നെ യൂസർ നെയിം പാസ്വേഡും ഉണ്ടാവും. അത് അയാൾക്ക് കൺസോളിൽ ലോഗിൻ ചെയ്യാൻ യൂസ് ചെയ്യാം. അതേ യൂസർക്ക് തന്നെ ഒരു ആക്സസ് കീ ഐഡിയും സീക്രട്ട് ആക്സസ് കീയും ഉണ്ടാവുന്നല്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പം ഒരേ യൂസറിന് തന്നെയാണ് ഈ രണ്ട് കാര്യങ്ങളും ഇരിക്കുന്നത്. അപ്പം ഈ രണ്ട് കാര്യങ്ങളും ഈ ഒരു ക്രെഡൻഷ്യൽ കൺസോളിലും ഒരു ക്രെഡൻഷ്യൽ CLIയിലും യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഡിഫറൻസ്. അപ്പോൾ നോർമലി ഈ പറഞ്ഞിരിക്കുന്ന ആക്സസ് കീ ID എന്ന് പറയുന്നത് AWS സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം നമുക്ക് യൂസർ നെയിം പാസ്വേഡ് ആവുന്ന സമയത്ത് നമുക്ക് അഡീഷണൽ MFA പോലുള്ള സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. പക്ഷേങ്കിൽ CLI വെച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓട്ടോമേഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ ഇതിൽ പഠിച്ചല്ലേ, മിക്കവാറും ഓട്ടോമേഷൻ, അതായത് 25 ഗ്രൂപ്പിന് ഒരുമിച്ച് ഇതാക്കുക, ഒരു പർട്ടിക്കുലർ ദിവസം ഒരൊറ്റ ക്ലിക്കിൽ കാര്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ചെയ്യുന്നത് മിക്കവാറും ചിലപ്പോൾ ഒരു ആപ്ലിക്കേഷൻ തന്നെയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് MFA പോലെയുള്ള അഡീഷണൽ സെക്യൂരിറ്റി കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അപ്പം അങ്ങനെ കുറച്ച് സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് AWS നോർമലി യൂസർ നെയിം പാസ്വേഡ് യൂസ് ചെയ്യുന്നതിന് പകരം കുറച്ചും കൂടെ ക്രിപ്റ്റോഗ്രാഫിക്കലി സെക്യൂർ ആയിട്ടിരിക്കുന്ന സീക്രട്ട് ആക്സസ് കീ പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ കോഡിലോ അല്ലെങ്കിൽ നമ്മളുടെ മെഷീൻ്റെ അകത്തൊക്കെ നമ്മളൊരു ഫയലിലൊക്കെ സേവ് ചെയ്ത് വെക്കേണ്ട കാര്യമുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ. അപ്പം നമ്മൾ പാസ്വേഡ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ അത്ര കോംപ്ലക്സ് ഒന്നും ആയിരിക്കില്ല അല്ലേ. അപ്പം അങ്ങനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലിരിക്കുന്ന ഒരു ഫോർമാറ്റിലൊക്കെ ആയിരിക്കും സീക്രട്ട് ആക്സസ് കീ എന്ന് പറയുന്നത്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മെഷീൻ്റെ അകത്ത് നമുക്ക് സേവ് ചെയ്ത് വെക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ട്. എന്നാലേ സ്ക്രിപ്റ്റ് ആപ്ലിക്കേഷന് ഓട്ടോമാറ്റിക്കലി അത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഇൻപുട്ടും കൊടുക്കാതെ വർക്ക് ചെയ്യണം അല്ലേ. ഒരു ഇൻപുട്ടും കൊടുക്കാതെ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഓട്ടോമേഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ CLI ടൂൾ എന്ന് പറയുന്ന സാധനം വരുന്നത്. അപ്പം നമ്മൾ യൂസർ നെയിം ചെയ്തതുപോലെ ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷൻ ഉണ്ടാവാൻ പാടില്ല അവിടെ.
ഹ്യൂമൻ ഇൻറ്ററാക്ഷൻ ഇല്ലാതെ തന്നെ പക്ഷേങ്കിൽ സെക്യൂർ ആയിട്ടും കാര്യങ്ങൾ വർക്ക് ചെയ്തു പോകണം. അതുകൊണ്ടാണ് AWS ഈ 2 കാര്യങ്ങൾക്കും 2 ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്യുന്നത്. 2 ക്രെഡൻഷ്യൽസും സെയിം യൂസർക്ക് അസോസിയേറ്റഡ് ആണ്. അത് മറന്നു പോകരുത്. സെയിം യൂസർക്ക് അസോസിയേറ്റഡ് ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ആക്സസ് കീ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള കാര്യം ഒന്ന് നോക്കി നോക്കാം. നമ്മൾ നമ്മളുടെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട്. റിനീഷ് IAM എന്ന് പറയുന്ന നമ്മളുടെ അഡ്മിൻ അക്കൗണ്ടാണ്. അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു യൂസർക്ക് അസോസിയേറ്റഡ് ആണ് യൂസർ നെയിം പാസ്വേഡ് അല്ലേ? അതേപോലെ തന്നെയാണ് ഒരു യൂസർക്ക് അസോസിയേറ്റഡ് ആണ് ആക്സസ് കീയും സീക്രട്ട് ആക്സസ് കീ എന്ന് പറയുന്ന സാധനം. പക്ഷേങ്കിൽ അത് ഓട്ടോമാറ്റിക്കലായിട്ട് വന്നിട്ടുണ്ടാവില്ല. നമ്മൾ യൂസറെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ യൂസർ നെയിം പാസ്വേഡ് സെറ്റ് ചെയ്യും. പക്ഷേ ആ സമയത്ത് തന്നെ ഒരു യൂസർക്ക് ആക്സസ് കീ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് CLI വെച്ചിട്ട് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആക്സസ് കീ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ അല്ലേ? അപ്പോൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ യൂസേഴ്സിൽ പോകുന്നു. എന്നിട്ട് നമ്മൾ ഏത് യൂസർക്ക് വേണ്ടിയാണോ നമ്മൾ ആക്സസ് കീ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ യൂസറെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ റിനീഷ് IAM എന്ന് പറയുന്ന യൂസറിലെത്തി അല്ലേ? നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഓൾറെഡി നമുക്ക് ഫെമിലിയർ ആണ്. ഗ്രൂപ്പ് എന്ന് പറയുന്ന ടാബും ഫെമിലിയർ ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ പോകേണ്ടത് സെക്യൂരിറ്റി ക്രെഡൻഷ്യൽ എന്ന് പറയുന്ന ഈ ഒരു ടാബിലോട്ടാണ്. ഈ ഒരു ടാബ്, ആ ടാബ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ആ ടാബ് ക്ലിക്ക് ചെയ്തിട്ട് മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷനൊക്കെ അവിടെയുണ്ട്. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിരുന്നു അല്ലേ? അതിൻ്റെ അടിയിലായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ആക്സസ് കീ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കാണാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ അടിയിൽ സെക്യൂരിറ്റി ക്രെഡൻഷ്യൽ എന്ന് പറയുന്ന ടാബ്, അതിൻ്റെ അടിയിൽ ആക്സസ് കീ എന്ന് പറയുന്ന ഒരു സെക്ഷൻ, അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ആക്സസ് കീ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് വരും. നമുക്ക് ഓപ്ഷൻസ് ഓരോന്ന് പഠിക്കാം. നമുക്കിപ്പോൾ വേണ്ടത് കമാൻഡ് ലൈൻ ഇൻ്റർഫേസിന് പറയുന്ന കാര്യമാണ്. ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എന്താണെന്ന് ക്ലൗഡ് ഷെൽ എന്താണെന്നുള്ളതും ഈ പറഞ്ഞിരിക്കുന്ന ഐഡൻറ്റിറ്റി സെൻറ്റർ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ലേറ്റർ പഠിക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യാം. ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്ന സാധനം കൊടുക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്ന സാധനം കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ആക്സസ് കീക്ക് ഒരു ഡെസ്ക്രിപ്ഷൻ കൊടുക്കാം. ആ ഡെസ്ക്രിപ്ഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ആക്സസ് കീ എന്തിനു വേണ്ടിയായിരുന്നു ഞാൻ ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളതിൻ്റെ ഒരു ഇൻഫർമേഷനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷനിലാണ്, കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രിയേറ്റ് ആക്സസ് കീ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ അമർത്തുന്നു. ആ ബട്ടൺ അമർത്തുന്ന സമയത്ത് നിങ്ങൾക്ക് 2 കാര്യങ്ങൾ കിട്ടും. ഒന്നെന്ന് പറയുന്നത് ആക്സസ് കീ എന്ന് പറയുന്നത് അത് യൂസർ നെയിമിന് കറസ്പോണ്ടിങ് ആണ്. അത് സീക്രട്ട് ഒന്നുമല്ല. അത് നിങ്ങൾ വലിയ സീക്രട്ട് ആയിട്ടൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഇവൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തത്. പക്ഷേ സീക്രട്ട് കീ ആക്സസ് കീ എന്ന് പറയുന്നത് സീക്രട്ട് ആണ്. ഓക്കെ, അത് എന്ന് പറയുന്നത് അത് വേറെ ആർക്കെങ്കിലും ആക്സസിബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. അതായത് നിങ്ങളുടെ പാസ്വേഡ് എന്ന് പറയുന്ന സാധനം വേറെ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് നിങ്ങളുടെ കൺസോൾ വെച്ചിട്ട് കയറല്ലോ അല്ലേ? അതേപോലെ തന്നെയാണ് പാസ്വേഡ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ വളരെ സീക്രട്ട് ആയിട്ടുള്ള കാര്യമാണ് ഈ സീക്രട്ട് ആക്സസ് കീ എന്ന് പറയുന്ന കാര്യം. അപ്പം ഇത് ഈ പറഞ്ഞിരിക്കുന്ന AKYA എന്ന് പറയുന്നത് ലോങ് ടേം ക്രെഡൻഷ്യൽ ആണ്. ASYA എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാർട്ടിങ് കൂടിയുണ്ട്. അത് നമുക്ക് റോൾ പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഫെമിലിയർ ആയിട്ടിരിക്കുക. അതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്നുള്ളത് മാത്രം ഓർത്തിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് ഇത് ഷോ ചെയ്യാം. നോർമലി ആർക്കും കാണിച്ചു കൊടുക്കരുത്. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷോ ചെയ്തിരിക്കുന്ന അതൊന്ന് അതിൻ്റെ ഒരു ഫോർമാറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. നോർമലി വളരെ പെട്ടെന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലിരിക്കുന്ന സാധനമായിരിക്കും. പക്ഷേ അത് സീക്രട്ട് ആണ്, ആർക്കും പഠിക്കരുത്. ഇത് ഞാനിവിടെ കാണിച്ചു തന്നിരിക്കുന്നത് ഞാൻ ഈ ട്യൂട്ടോറിയൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ ആക്സസ് കീ എന്ന് പറയുന്ന സാധനം ഡിലീറ്റ് ചെയ്ത് കളയും. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. പക്ഷേങ്കിൽ ഒരിക്കലും ഇത് നോർമലി കാണിച്ചു കൊടുക്കരുത് വേറെ ആർക്കെങ്കിലും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മളുടെ അക്കൗണ്ട് വെച്ചിട്ട് നമ്മളുടെ CLI ടൂൾ വെച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്യണം. ആ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസർ നെയിം പാസ്വേഡ് യൂസ് ചെയ്ത പോലെ തന്നെ ആക്സസ് കീയും സീക്രട്ട് ആക്സസ് കീയും യൂസ് ചെയ്യേണ്ടത്. ഇനി ഒരു കാര്യം കൂടി നോക്കണം. ഇവിടെ നിങ്ങൾ ഡൺ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സീക്രട്ട് ആക്സസ് കീ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് വേറെ ഒരു സ്ഥലത്തും കിട്ടത്തില്ല. അപ്പം ഇവിടെ ഡൺ അടിക്കുന്നതിന് മുന്നേ നിങ്ങളിത് ഓർത്ത് വെച്ചിരിക്കുക എന്നുള്ള ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം നിങ്ങളിത് എവിടെയെങ്കിലൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ കോപ്പി ചെയ്ത് ഏതെങ്കിലും ഒരു ഫയലിലൊക്കെ സേവ് ചെയ്ത് വെക്കേണ്ട കാര്യമുണ്ട്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു CSV ഫയലായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഇവിടെ ഡൺ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഈ പറഞ്ഞിരിക്കുന്ന സീക്രട്ട് ആക്സസ് കീ എന്ന് പറയുന്ന സാധനം കിട്ടത്തില്ല. അപ്പം അത് ഡൺ അടിക്കുന്നതിന് മുന്നേ ഇത് എവിടെ എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ CLIക്കകത്ത് കോൺഫിഗർ ചെയ്ത് വെക്കുകയോ വേണം അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ ഇവനെ CLIക്കകത്ത് കോൺഫിഗർ ചെയ്യാം അല്ലെങ്കിൽ ഓതൻറ്റിക്കേറ്റ് ചെയ്യാം എന്നുള്ള കാര്യമൊന്ന് നോക്കാം. നമ്മുടെ ഇത് അല്ലേ CLI എന്ന് പറയുന്ന വിൻഡോ.
അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കോൺഫിഗർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് കോൺഫിഗർ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ കൺസോൾ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മളൊരു സൈൻ ഇൻ പേജ് വരും. അതിൻ്റെ അകത്ത് യൂസർ നെയിം പാസ്വേഡ് അടിക്കുകയാണല്ലോ അല്ലേ? അതേപോലെ തന്നെയാണ് നമ്മൾ യൂസർ നെയിം പാസ്വേഡ് ഇവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആക്സസ് കീ ഈ സീക്രട്ട് ആക്സസ് കീ ആണ് നമ്മളിവിടെ കോൺഫിഗർ ചെയ്യുന്നതെങ്കിൽ ഈ റെനീഷ് IAM എന്ന് പറയുന്ന യൂസറിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടിരിക്കുന്ന ആക്സസ് കീയും സീക്രട്ട് ആക്സസ് കീയാണ്. അതാണ് നമ്മളിവിടെ കോൺഫിഗർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ റെനീഷ് IAMന് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അത് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ CLI വെച്ചിട്ട് അതേ ആക്ഷൻസ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, കോൺഫിഗർ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സിസ്റ്റത്തിൻ്റെ അകത്ത് നമ്മളുടെ വിൻഡോസ് മെഷീൻ്റെ അകത്ത് ഇൻറ്റേർണലി അവൻ സേവ് ചെയ്ത് വെക്കും. ഓക്കെ, ഒരു ഫയലിൽ പർട്ടിക്കുലർ സേവ് ചെയ്ത് വെക്കും. പിന്നെ നിങ്ങൾക്ക് അത് വീണ്ടും വീണ്ടും കോൺഫിഗർ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് CLI അടിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു തവണ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് CLI അടിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒരു തവണ ചെയ്താൽ മതി. ഒരു ആക്സസ് കീ എടുത്തിട്ട് ഒരു തവണ ചെയ്താൽ മതി. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ AWS കോൺഫിഗർ എന്ന് പറയുന്ന കമാൻഡ്, ആ കോൺഫിഗർ എന്ന് പറയുന്ന കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ അവൻ കുറച്ച് ഇൻഫർമേഷൻ ചോദിക്കും. ആദ്യത്തെ എന്ന് പറയുന്നത് AWS ആക്സസ് കീ ആണ്. അതെന്ന് പറയുന്നത് ഞാനിവിടെ ഇത് രണ്ടും എടുത്ത് വെക്കുകയാണേ. ആക്സസ് കീ ID ആണ് ചോദിച്ചിരിക്കുന്നത്. ആക്സസ് കീ ID എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഈ പറഞ്ഞിരിക്കുന്ന സാധനം ആക്സസ് കീ എന്ന് പറയുന്ന കാര്യം. എന്നിട്ട് എൻ്റർ അടിക്കണം. നമ്മൾ കമാൻഡ് ലൈൻ ടൂൾ വെച്ചിട്ട് എൻ്റർ അടിക്കണം. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അവൻ സീക്രട്ട് ആക്സസ് കീ എന്ന് പറയുന്ന കാര്യം ചോദിക്കും. അതെന്ന് പറയുന്നത് ഇതാണ് സീക്രട്ട് ആക്സസ് കീ. ഇവിടെ നിന്ന് നമ്മൾ കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഇത്, ഈ പറഞ്ഞിരിക്കുന്ന സാധനം. അതൊന്ന് കോപ്പി ചെയ്യുന്നു, ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റീജിയൻ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ പഠിച്ചത് ഓർക്കുന്നുണ്ടല്ലേ, ഇവിടെ ഇരിക്കുന്ന റീജിയൻ. അപ്പം നമ്മൾ ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു റീജിയൻ കോൺഫിഗർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ ഏതൊരു കമാൻഡ് അടിക്കുന്ന സമയത്തും നമ്മൾ അതിൻ്റെ അകത്ത് റീജിയൻ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ നമ്മളിവിടെ എന്താണോ ഡിഫോൾട്ടായിട്ട് പറഞ്ഞു കൊടുത്തിരിക്കുന്ന റീജിയൻ അത് വെച്ചിട്ട് വർക്ക് ചെയ്തോളും അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നോർമലി വർക്ക് ചെയ്യാൻ പോകുന്നത് മുംബൈ എന്ന് പറയുന്ന റീജിയനിലാണെങ്കിൽ നമുക്ക് ആ റീജിയൻ ഒന്ന് ഇവിടെ കോൺഫിഗർ ചെയ്ത് കൊടുക്കാം. AP-South-1 എന്ന് പറയുന്നത് എൻ്റർ അടിച്ചു കൊടുക്കാം. എൻ്റർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡിഫോൾട്ട് ഫോർമാറ്റ്, അതായത് ഇവൻ എല്ലായ്പ്പോഴും നമ്മൾ പറഞ്ഞല്ലോ ഒരു കമാൻഡ് അടിക്കുന്നു, അതിൻ്റെ റെസ്പോൺസ് നമുക്ക് തരുന്നു, അതിൻ്റെ റിസൾട്ട് നമുക്ക് തരുന്നു. ആ റിസൾട്ട് തരുന്നത് എന്ത് ഫോർമാറ്റിലായിരിക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്നത്. JSON, ടെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് ഫോർമാറ്റിൽ ഇവൻ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നോർമലി നമ്മൾ JSON എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പം നമുക്ക് JSON ഫോർമാറ്റിലായിരിക്കും അതിൻ്റെ റിസൾട്ട് വരുന്നത്. ഓക്കെ, എൻ്റർ അടിച്ച് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കോൺഫിഗർ ആയി. ഇനി നമുക്ക് ഏതൊരു ആക്ഷൻ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാം. നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ AWS IAM എന്ന് പറയുന്ന സർവീസിൻ്റെ അകത്തിരിക്കുന്ന list-users എന്ന് പറയുന്ന ആക്ഷൻ ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് എൻ്റർ അടിക്കാം. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് എല്ലാം വരിക. നിങ്ങൾക്ക് പെർമിഷൻ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഓതൻറ്റിക്കേഷൻ ഓക്കെയാണ്, എല്ലാം ആണെങ്കിൽ ഇത് കണ്ടില്ലേ, നമുക്ക് എത്രത്തോളം യൂസേഴ്സ് ഉണ്ടോ അതിൻ്റെ ഒരു ലിസ്റ്റ് അവൻ ഇവിടെ തരും. അതായത് നിങ്ങൾക്ക് 2 യൂസേഴ്സ് ഉണ്ട്, റെനീഷ് IAM, വിവേക് IAM എന്ന് പറയുന്ന 2 യൂസേഴ്സ് ഉണ്ട്. ആ യൂസേഴ്സിൻ്റെ യൂസർ ID, ARN, ക്രിയേറ്റ് ചെയ്ത ഡേറ്റ്, പാസ്വേഡ് ലിസ്റ്റ് ചെയ്തിട്ട് അതെല്ലാം കിട്ടും അല്ലേ. നമ്മളിവിടെ 2 യൂസേഴ്സ് അല്ലേ, 2 അതേ കാര്യങ്ങൾ തന്നെയാണ്. നമുക്കിവിടെ വിഷ്വലായിട്ട് കൺസോൾ വെച്ചിട്ട് നമുക്ക് വിഷ്വലായിട്ട് കാണാൻ പറ്റി. ഇവിടെ CLIക്കകത്ത് നമുക്ക് അത് ഒരു JSON ഔട്ട്പുട്ടായിട്ട് കിട്ടി. ഇനി നമുക്ക് ഈ JSON ഔട്ട്പുട്ടിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അല്ലേ. നമുക്കിപ്പം ഇത്ര യൂസേഴ്സ് ആണ് നമ്മൾ ഉള്ളത് എന്നുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒക്കെ ചെക്ക് ചെയ്തോ. അങ്ങനെ ഒരു യൂസ് കേസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. CLI കുറച്ചും കൂടി ഒന്ന് ഫെമിലർ ആയിരിക്കാൻ വേണ്ടി. ഇത് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് കണക്കാക്കിയാൽ മതി. AWSൻ്റെ അകത്തിരിക്കുന്ന CLI എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഈ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ വിൻഡോസിൻ്റെ അകത്ത് യൂസേഴ്സ് നിങ്ങളുടെ ഫോൾഡറിൻ്റെ അകത്ത് .aws എന്ന് പറയുന്ന ഒരു ഫയലിൻ്റെ അകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ക്രെഡൻഷ്യൽസ് ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അങ്ങനെ സേവ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് എന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് ക്ലോസ് ചെയ്തു, ഈ പറഞ്ഞിരിക്കുന്ന കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ക്ലോസ് ചെയ്തു, നിങ്ങൾ CMD ഒരു തവണ കൂടി എടുത്തു. ഓൾറെഡി നമ്മൾ കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കോൺഫിഗർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ പോയിട്ട് കമാൻഡ്സ് അടിച്ചു കൊടുത്താൽ അവൻ വർക്ക് ചെയ്തോളും. വീണ്ടും വീണ്ടും ആ ആക്സസ് കീയും പാസ്വേഡും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഒരു തവണ കോൺഫിഗർ ചെയ്ത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി എടുത്ത് ഇവൻ വർക്ക് ചെയ്തോളും അല്ലേ. അത് അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്കിത് വർക്ക് ചെയ്തത്. അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ,
ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു ബേസിക് ആയിട്ട് ഒരു കമാൻഡ് എങ്ങനെ ഓടിക്കാം എന്നുള്ളത് പഠിച്ചു. പക്ഷേ കുറച്ചും കൂടെ ഒരു CLIയുമായിട്ട് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കൊരു യൂസ് കേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് CLI വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു യൂസ് കേസ് ചെയ്യാമെന്നുള്ളത് പഠിക്കാം. അപ്പം സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.